പ്രിയമുള്ളവർ, ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും നൈറ്റ് വിജിലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറയ്ക്കാൻ വേണ്ടി നമുക്കത് പ്രാർത്ഥിക്കാം. വിശ്വസിക്കണം, ഈ രാത്രിയിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. കർത്താവിന് ഏറെ സ്വീകാര്യമായ പ്രാർത്ഥനയാണ് രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കിളച്ചിരുന്ന് അത്യുന്നതനെ ആരാധിക്കുക, അത്യുന്നതനെ വിളിക്കുക, അവനോട് പ്രാർത്ഥിക്കുക. അനേകർ കിടന്നുറങ്ങുമ്പോൾ കുറച്ച് വ്യക്തികൾ, കുറച്ച് മക്കൾ, വിവേകമുള്ള കുറച്ച് പേര് ദൈവത്തിന് മുമ്പിൽ ഉറക്കിളച്ചിരിക്കുന്നു. അവരെ കർത്താവ് ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ തൻ്റെ മക്കളെ ദൈവം നോക്കുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ പ്രിയമുള്ളവരെ, ഈ രാത്രി അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. വിശ്വസിക്കണം, നമുക്ക് വിശ്വാസം ഉയരട്ടെ, വിശ്വാസം ഉണരണം. എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, എൻ്റെ അരികിലിരിക്കുന്ന കർത്താവ്, എന്നോട് ചേർന്നിരിക്കുന്ന കർത്താവ്, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ പോലും തിരിച്ചറിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഞാൻ ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ രാത്രിയിൽ. അതിനാൽ കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഒരു കാര്യം ഉറപ്പാപ്രിയമുള്ളവരെ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിദൂരങ്ങളിലുള്ള മക്കളെ പോലും, തലമുറയെ പോലും ഈശോ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഈശോ നിന്നെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റും. നമുക്കൊരു കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. യേശുവേ, യേശുവേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മക്കളങ്ങെ വിളിക്കുന്ന പിതാവേ, മക്കളങ്ങെ സ്തുതിക്കുന്ന കർത്താവേ, മക്കളങ്ങെ ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നന്ദി, ഈശോ നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ, യേശുവേ, യേശുവേ. ഈശോ, ഈശോ, ഈശോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കിന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് വിശ്വാസം പകരുന്ന ഗാനം ആലപിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവാനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന് മുമ്പിൽ നമുക്ക് വലിയ കൊതിയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീരു തോരുന്ന കാലമായി. കരങ്ങളടിച്ച് താളത്തിൽ വിശ്വാസം ഉണരാൻ, വിശ്വാസം വർദ്ധിക്കാൻ, വിശ്വാസ ഫലങ്ങൾ നൽകാൻ, വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പാടി ആരാധിക്കുന്നു കർത്താവിനെ. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ വിളവു കൊയ്യാം. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ വിളവു കൊയ്യാം. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീരു തോരുന്ന കാലമായി. കണ്ണീരു തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീരു തോരുന്ന കാലമായി. ഒന്ന് പരസ്പരം നോക്കി, അടുത്തിരിക്കുന്നവരൊക്കെ നോക്കി ഒരു പുഞ്ചിരിയോടെ അവർക്കൊരു ശക്തി കൊടുത്തുകൊണ്ട് നോക്കിക്കേ, ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ച്.
കർത്താവിന്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്കു നിൽക്കാം. കർത്താവിന്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്കു നിൽക്കാം. തക്ക നേരത്ത് അവൻ ഉയർത്തും, നമ്മെ തക്ക നേരത്ത് അവൻ ഉയർത്തും. തക്ക നേരത്ത് അവൻ ഉയർത്തും, നമ്മെ തക്ക നേരത്ത് അവൻ ഉയർത്തും. കരങ്ങൾ ഉയർത്തിയടിച്ച് ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി നമ്മുടെ കണ്ണീരു തോരുന്ന കാലമായി ചേർന്ന കണ്ണീരു തോരുന്ന കാലമായി നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. വാഗ്ദാനം പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വാഗ്ദാനം പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. കരങ്ങൾ ഉയർത്തി ചുമന്നു കരഞ്ഞു നടന്നവരെ കാറ്റ് ചുമക്കും വിജയം വരവായി. വിത്ത് ചുമന്നു കരഞ്ഞു നടന്നവരെ കാറ്റ് ചുമക്കും വിജയം വരവായി. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ച ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ച ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, കണ്ണീര് തോരുന്ന കാലമായി, കണ്ണീര് തോരുന്ന കാലമായി നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. കണ്ണീര് തോരുന്ന കാലമായി നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. കരങ്ങൾ ഉയർത്തി കണ്ണീര് തോരുന്ന കാലമായി നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി. ഈശോ യേശുവേ ഈശോയേ ഈശോ 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 യേശുവേ യേശുവേ ഈശോ. ശാന്തമായിരിക്കാം. സ്നേഹമുള്ളവരെ, ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനം എങ്ങനെയാണ്? ഗലീലയയിലെ എല്ലാ ദേശത്തു നിന്നും, യൂദയായിൽ നിന്നും, ജെറൂസലമിൽ നിന്നും ആളുകൾ യേശുവിൻ്റെ അടുത്ത് വന്നു. എന്തെന്നാൽ രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി യേശുവിൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു എവിടെയായിരുന്നവോ അവിടെയെല്ലാം ഗലീലയിൽ നിന്നും, യൂദയായിൽ നിന്നും, ജെറൂസലമിൽ നിന്നും ആളുകൾ വന്നിരുന്നു. നമ്മുടെ ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ തിരുവിതാംകൂറിൽ നിന്നും, കൊച്ചിയിൽ നിന്നും, മലബാറിൽ നിന്നും ആളുകൾ യേശുവിൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് യൂദയായുടെ എല്ലാ ദേശത്തു നിന്നും. അതുകൊണ്ടാണ് ലൂക്ക 5:17 പറയുകയാണ്, രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും. പക്ഷേ കർത്താവിൻ്റെ ശക്തി
എല്ലാ സമയത്തും പ്രവർത്തിച്ചില്ല. മനുഷ്യൻ എപ്പോൾ കർത്താവിൻ്റെ ഈ ശക്തിയെ ഉണർത്തിയോ, എപ്പോൾ ആക്ടിവേറ്റ് ചെയ്തുവോ, അപ്പോഴാണ് കർത്താവിൻ്റെ ശക്തി പ്രവർത്തിച്ചത്, പുറപ്പെട്ടത്, അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒക്കെ നൽകിയത്. നമ്മൾ ഈ കമ്പ്യൂട്ടർ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്ലിക്ക് കൊടുത്ത് അതിനെ ഒന്ന് പ്രവർത്തിപ്പിച്ച് തുടങ്ങണം. ഇതാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഒരു മൊബൈൽ ഫോണിൽ ചാർജുള്ള ബാറ്ററി ഉണ്ടെങ്കിലും അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവിലുള്ള രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ മനുഷ്യൻ ഉണർത്തണം, അഥവാ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോഴാണ് ആ ശക്തി പ്രവർത്തിക്കുക. ഇങ്ങനെ കർത്താവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ ആക്ടിവേറ്റ് ചെയ്ത, ഉണർത്തിയ ചില സംഭവങ്ങൾ സുവിശേഷത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ. ഈശോ ആയിരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ താഴേക്കിറക്കി. അപ്പോൾ യേശുവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ആക്ടിവേറ്റ് ചെയ്തു. ആ ശക്തി ഉണർന്നു. യേശു ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുകയാണ്. ശതാധിപൻ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഒരു വാക്കരുളി ചെയ്താൽ എൻ്റെ വീട്ടിൽ കിടക്കുന്ന വൃദ്ധൻ സുഖം പ്രാപിക്കും. എൻ്റെ വീട്ടിലേക്ക് വരണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ സുഖം പ്രാപിക്കും. ആ വാക്ക് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ആക്ടിവേറ്റ് ചെയ്തു. അവിടെ പ്രവർത്തിച്ചു, അവന് സൗഖ്യം കിട്ടി. ഈശോ പത്രോസിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ പത്രോസിൻ്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തി. അപ്പോൾ ആളുകൾ ആ പരിസരത്തെല്ലാം ഉണ്ടായിരുന്ന എല്ലാ രോഗികളെയും പിശാച് ബാധിതരെയും യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ഉണർന്നു, അഥവാ ആളുകൾ ഉണർത്തി. അവിടെ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു, രോഗശാന്തികൾ സംഭവിച്ചു, പൈശാചിക ശക്തികൾ വിട്ടുപോയി. രക്തസ്രാവക്കാരി സ്ത്രീ അവരുടെ വസ്ത്രത്തിൻ്റെ വെളുമ്പെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ആ വസ്ത്രത്തിൽ യേശു പോലും അറിയാതെ തൊട്ട ആ നിമിഷത്തിൽ യേശുവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ഉണർന്നു. അഥവാ ആ സ്ത്രീ തൊട്ടുകൊണ്ട് ആ ശക്തിയെ ഉണർത്തി, അവൾക്ക് സൗഖ്യം കിട്ടി. ഭരണാധികാരി യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചു, നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ വീണ്ടും ജീവിക്കും. ഈ വാചകം പറഞ്ഞപ്പോൾ സുഖപ്പെടുത്തുവാനുള്ള ശക്തി യേശുവിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. യേശു ഉണർന്നു. യേശു ആ വീട്ടിൽ പോയി ആ മരിച്ച കുട്ടിയെ സുഖപ്പെടുത്തുകയാണ്. രണ്ട് അന്ധന്മാർ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, ഞങ്ങൾ കനിയണമേ. ആ വാചകം, ആ പ്രാർത്ഥന അവരേറ്റു ചൊല്ലിയപ്പോൾ സുഖപ്പെടുത്തുവാനുള്ള ശക്തി യേശുവിൽ ഉണർന്നു. അവർ സൗഖ്യം പ്രാപിച്ചു. യേശു ഗനേസരത്തിൽ ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് ആളുകളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് പറയുന്നു. എന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആളുകൾ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുഖപ്പെടുത്തുവാനുള്ള ശക്തി യേശുവിൽ ഉണർന്നു, അഥവാ യേശുവിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. കാനാൻകാരി യേശുവിനോട് പറഞ്ഞു, നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നിന്ന് ജീവിക്കുന്നുണ്ടല്ലോ. ആ ഒരു വാചകം പറഞ്ഞപ്പോഴാണ് സുഖപ്പെടുത്തുവാനൊരു ശക്തി ഉണർന്നത്, അഥവാ അവൾ ഉണർത്തിയത്. യേശു ആ കുട്ടിക്ക് സൗഖ്യം നൽകി. അപസ്മാര രോഗിയുടെ അപ്പൻ വന്ന് യേശുവോട് പറഞ്ഞു, എൻ്റെ മകനെ സുഖപ്പെടുത്തണം. നിൻ്റെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു, അവർക്ക് സുഖപ്പെടുത്താൻ കഴിയില്ല, നീ അവനെ സുഖപ്പെടുത്തണം. അപ്പോൾ യേശുവിൻ്റെ ആ ശക്തി ഉണർന്നു, ആ കുട്ടിയെ സുഖപ്പെടുത്തുകയാണ്. ലൂക്ക 6:19 നമ്മൾ വായിക്കുന്നുണ്ട്, അനേക രോഗികളെയും പിശാച് ബാധിതരെയും ജനങ്ങൾ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അവൻ അവരെയെല്ലാം സുഖപ്പെടുത്തി. എന്നാൽ
അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ശിഷ്യന്മാർ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ് വന്ന് വള്ളം മറിയാൻ തുടങ്ങിയപ്പോൾ അവർ യേശുവിനെ വിളിച്ചുണർത്തി ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കാണുന്നില്ലേ? നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ? ആ 2 ചോദ്യങ്ങൾ യേശുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോഴാണ് സുഖപ്പെടുത്തുവാനുള്ള ശക്തി യേശുവിൽ ഉണർന്നത്. യേശു ആ കാറ്റിനെയും തിരമാലയിലൊക്കെ ശകാരിച്ചു. അവിടെ ശാന്തതയുണ്ടായി. അങ്ങനെ അവർ മുന്നോട്ട് പോവുകയാണ്. കൂനുള്ള ഒരു സ്ത്രീ ഒരിക്കൽ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വന്നു. അവൾ ഈശോയോടൊന്നും പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. എന്നെ സുഖപ്പെടുത്തണമേ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൾ അവിടെ ഇരിക്കുന്നത് യേശു കണ്ടു. അവളുടെ ആ സാന്നിധ്യം, അവളുടെ ആ പ്രസൻസ് സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ യേശുവിൽ ഉണർത്തി. ഒരാളുടെ കർത്താവിൻ്റെ മുമ്പിലുള്ള സാന്നിധ്യം തന്നെ യേശുവിലുള്ള സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ ഉണർത്താൻ പര്യാപ്തമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ, അഥവാ ഒരു ടെലിവിഷൻ സെറ്റിൻ്റെ മുമ്പിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ യേശുവിൻ്റെ അടുത്തായിരിക്കുന്നത്. യേശു അത് കാണുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്. യേശു ആ സ്ത്രീയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവൾ ചോദിക്കാതെ തന്നെ അവളെ സുഖപ്പെടുത്തി വിട്ടു. ഇപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഒരു പ്രസൻസ് തന്നെ, നമ്മുടെ ഒരു സാന്നിധ്യം തന്നെ കർത്താവ് പരിഗണിക്കുക. കർത്താവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ആ സമയത്ത് ഉണരും. 10 കുഷ്ഠരോഗികൾ പറഞ്ഞു, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അപ്പോൾ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ഉണർന്നു. മാതാപിതാക്കൾ അനേകം മക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച ആ നിമിഷം യേശുവിൻ്റെ ആ ശക്തി പുറപ്പെട്ടു. ആ മക്കളെ സുഖപ്പെടുത്തി അവരെ അനുഗ്രഹിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും മഗ്ദലന മറിയവുമൊക്കെ യേശുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ ശക്തി ഉണർന്നു. അത്ഭുതം നടന്നു. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ പിന്നീട് വ്യഭിചരിക്കാൻ പോയിട്ടില്ല. മഗ്ദലന മറിയം പിന്നീട് വ്യഭിചരിക്കാൻ പോയിട്ടില്ല. അതായത് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ, അഥവാ അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഈ ജഡികാസക്തിയെ ബന്ധിച്ച് ബഹിഷ്കരിക്കുവാനുള്ള യേശുവിൻ്റെ ശക്തി ഉണർന്നു. ഇന്ന് നമുക്കറിയില്ല, എത്രയോ പേര് വലിയ ജഡികാസക്തിയുടെ ബന്ധനത്തിലാണ്. അവരാഗ്രഹിക്കാതെ തന്നെ, അഥവാ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ട് തന്നെ ഈ ആസക്തിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ ശക്തി ഉണരാൻ പ്രാർത്ഥിക്കുക. ജഡികാസക്തിയുടെ ആത്മാവ് വിട്ടുപോകാൻ വേണ്ടി യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ശക്തിയെ ഉണർത്തുക. അപ്പോൾ സൗഖ്യം കിട്ടും. നമ്മുടെ സഖേബൂസ് ധനത്തോടുള്ള ആസക്തിയുള്ള ആളായിരുന്നു. ആ മരത്തിൽ കയറിയിരുന്ന യേശുവിനെ ഉണർത്തി. യേശുവിൻ്റെ ശക്തി ഉണർന്നു. പിന്നീട് യേശു ആ വീട്ടിൽ പോയി പല കാര്യങ്ങളൊക്കെ നടന്നു. ധനാസക്തി അദ്ദേഹത്തെ വിട്ടുപോയി. അദ്ദേഹം ഉണർത്തിയപ്പോൾ, യേശുവിൻ്റെ ശക്തി പ്രവർത്തിച്ചപ്പോൾ ഈ ധനത്തോടുള്ള ആസക്തി, അടിമത്തം അദ്ദേഹത്തെ വിട്ടുപോയി. എത്രയോ പേര് ധനത്തിൻ്റെ ആസക്തിയിലുള്ളവരാ, ധനത്തിൻ്റെ കെട്ടിലും കിടക്കുന്നവരാ. അപ്പോൾ നമുക്കൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ വിടുതൽ കിട്ടും. അതേസമയം പിശാചും യഹൂദ പ്രമാണികളുമൊക്കെ ഒരത്ഭുതം ചെയ്യാൻ യേശുവിനെ വെല്ലുവിളിച്ചു. നീ ദൈവമാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു അത്ഭുതം ചെയ്തേ എന്ന് വെല്ലുവിളിച്ചു. എനിക്ക് സൗകര്യമില്ലെന്നാണ് പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല. കാരണം വെല്ലുവിളിക്കുന്നവരുടെ മുമ്പിലല്ല യേശു അത്ഭുതം ചെയ്യുന്നത്. യേശുവിൻ്റെ സുഖപ്പെടുത്താനുള്ള ശക്തി തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് അവൻ്റെ മുമ്പിൽ തലകുനിക്കുകയും അവൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥന ഉയർത്തുകയും അവൻ്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുകയും ചെയ്യുമ്പോഴാണ് ഈ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ഉണരുക. യേശുവിൻ്റെ ഹീലിംഗ് പവർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോഴാണ്. അവനെ വിളിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ പറഞ്ഞതുപോലെയുള്ള ഓരോരോ ബന്ധനങ്ങൾ, കെട്ടുകൾ, അടിമത്തങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. രോഗത്തിൻ്റെ അടിമത്തമുണ്ട്, ജഡികാസക്തിയുടെ അടിമത്തമുണ്ട്, ധനാസക്തിയുടെ അടിമത്തമുണ്ട്, ദുശീലങ്ങളുടെ തർക്കദോഷങ്ങളുടെയൊക്കെ അടിമത്തമുണ്ട്, വെറുപ്പിൻ്റെ അടിമത്തമുണ്ട്, വിദ്വേഷത്തിൻ്റെ അടിമത്തമുണ്ട്, പകയുടെ അടിമത്തമുണ്ട്, പ്രതികാര ചിന്തയുടെ അടിമത്തമുണ്ട്.
ക്ഷമിക്കാൻ പറ്റാത്ത വെറുപ്പിൻ്റെ അടിമത്തമുണ്ട്. പിന്നെ പലതരത്തിലുള്ള അടിമത്തങ്ങൾ നമ്മളിലുണ്ട്. യേശുവിൻ്റെ ശക്തിയെ നമുക്ക് ഉണർത്താൻ കഴിഞ്ഞാൽ, യേശുവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ നമുക്ക് ഉണർത്താൻ കഴിഞ്ഞാൽ നമുക്ക് വിടുതൽ കിട്ടും. പ്രിയപ്പെട്ടവരെ ഓർക്കുക, മറ്റാരെങ്കിലും പ്രാർത്ഥിച്ചിട്ടല്ല ഈ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ ഉണർത്തേണ്ടത്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ടാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് വേണ്ടി സുഖപ്പെടുത്തുവാനുള്ള യേശുവിൻ്റെ ശക്തിയെ ഞാൻ ഉണർത്തേണ്ടത്. ആ ശക്തിയെ ഞാൻ ഉണർത്തിയാൽ എനിക്ക് സൗഖ്യം കിട്ടും, എനിക്ക് വിടുതൽ കിട്ടും, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, ദുഷ്ടാരൂപികളുടെ ഉപദ്രവങ്ങൾ വിട്ടുപോകും, പൈശാചിക ശക്തികളുടെ കെട്ടുകൾ പൊട്ടിപ്പോകും, പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകും, ദുശീലങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകും, രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകും, എല്ലാ ദുഷ്ബന്ധനങ്ങളും അഴിഞ്ഞു വീഴും. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്താം. ഞാൻ പറഞ്ഞതുകൊണ്ട് ഉയർത്തേണ്ട. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആ കരം ഉയർത്തുക. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചികളെ പുറത്താക്കുവാനും ബന്ധനങ്ങൾ അഴിക്കുവാനും ശക്തിയുള്ള കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ അഥവാ നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്ന് വിശ്വസിക്കുക. അവൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. സുഖപ്പെടുത്തുവാനുള്ള ഒരു ശക്തി ഇവിടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ കരമുയർത്തുക. ഞാൻ പറഞ്ഞല്ലോ, കൂനുള്ള സ്ത്രീ അവളൊന്നും പ്രാർത്ഥിച്ചില്ല. അവളുടെ ആ സാന്നിധ്യം തന്നെ മതിയായിരുന്നു, അഥവാ മനസ്സിലെ അവളുടെ പ്രാർത്ഥന മതിയായിരുന്നു യേശുവിനെ ഉണർത്തുവാൻ, സുഖപ്പെടുത്തുന്ന ശക്തിയെ ആക്ടിവേറ്റ് ചെയ്യുവാൻ. കർത്താവ് അവൾക്ക് സൗഖ്യം നൽകി. സക്കായിയോസ് മരത്തിൽ കയറിയപ്പോൾ ആ ശക്തി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. മഗ്ദലേന വന്ന് കാല് കഴുകിയപ്പോൾ ആ ശക്തി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഒത്തിരി പേര് യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ, അഥവാ രോഗികളെ കൊണ്ടുവന്നപ്പോൾ, മേൽക്കൂര വിളിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ യേശുവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. വിടുതൽ ആവശ്യമുണ്ട് നമുക്ക്. ബലഹീനതകൾ വിട്ടുപോകണം, പാപവാസനകൾ വിട്ടുപോകണം, ദുശീലങ്ങൾ വിട്ടുപോകണം, തഴക്കദോഷങ്ങൾ വിട്ടുപോകണം, ജഡികാസക്തി വിട്ടുപോകണം, ധനാസക്തി വിട്ടുപോകണം, വെറുപ്പ് വിട്ടുപോകണം, വിദ്വേഷം വിട്ടുപോകണം, പക വിട്ടുപോകണം, പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ വിട്ടുപോകണം, പിശാചിൻ്റെ കെട്ടുകൾ വിട്ടുപോകണം, രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകണം, കുടുംബത്തിലേക്ക് അനുഗ്രഹം വരണം, വ്യക്തി ജീവിതത്തിലേക്ക് അനുഗ്രഹം വരണം, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് കർത്താവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ നിങ്ങളൊന്ന് ഉണർത്തുമോ? വ്യക്തിപരമായിട്ട് ഈശോയെ വിളിച്ച് സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ കൊണ്ട് ഉണർത്തുമോ? കർത്താവേ, ഇതാ ഞാൻ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു, നിന്നെ വിശ്വസിക്കുന്നു, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, സുഖപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ രോഗികളും നിന്റെ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്നിൽ നിന്നുള്ള രോഗശാന്തിയുടെ ആത്മാവ് കടന്നു ചെന്ന് എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തകർന്നവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതർക്ക് ആശ്വാസം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റവർക്ക് സൗഖ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ദുഷ്ടപിശാചികളും ബന്ധിക്കപ്പെടട്ടെ ഈശോയുടെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ, ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കട്ടെ, പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ, ദൈവശക്തി നിങ്ങളെ ആവരണം ചെയ്യട്ടെ, ദൈവകൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ, മാതാവിൻ്റെ വിശുദ്ധയുടെ മധ്യസ്ഥരാകട്ടെ. കർത്താവ് ഈ സമയത്ത് വിവിധങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പലതരം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കെട്ടുകൾ പൊട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാവരുടെ മേലേക്കും നിന്റെ കൃപ ചെയ്യണമേ, നിന്റെ അനുഗ്രഹം ചൊരിയണമേ, നിന്റെ സൗഖ്യം ഒഴുകണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ഉണരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശക്തിയെ നീ ആക്ടിവേറ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു, ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു, ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു, പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു, പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു, നിസ്സഹായതകളെ സമർപ്പിക്കുന്നു. കർത്താവെ, രക്ഷിക്കുവാൻ നീയേ ഉള്ളൂ. കാരണം ദൈവമാണ്. സുഖപ്പെടുത്തുവാനുള്ള ശക്തി നിന്നിലുണ്ട്, കെട്ടുകളഴിക്കാനുള്ള ശക്തി നിന്നിലുണ്ട്, ബന്ധനങ്ങളഴിക്കാനുള്ള ശക്തി നിന്നിലുണ്ട്. കർത്താവെ, സ്തോത്രം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ അവൻ്റെ ശക്തിയെ ഉണർത്തുക, സുഖപ്പെടുത്തുവാനുള്ള ശക്തിയെ ഉണർത്തുക, വ്യക്തിപരമായ പ്രാർത്ഥന ഉണർത്തുക.
കർത്താവേ, ഇതാ ഞാൻ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, എല്ലാ ബന്ധനങ്ങളും മോചിപ്പിക്കണമേ, പൈശാചിക ആധിപത്യങ്ങളും മോചിപ്പിക്കണമേ, സാമ്പത്തിക അടിമത്തിൽ നിന്ന് മോചിപ്പിക്കണമേ, ജഡികാസയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എഴുന്നള്ളി വരണമേ, കർത്താവേ, ഇറങ്ങി വരണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളൊക്കെ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ, ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും, നമ്മിൽ ശക്തി പകർന്നിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ, ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും, നമ്മിൽ ശക്തി പകർന്നിടും. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശും തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശും തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ. മാതാവിന്റെ മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. മാതാവിന്റെ മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം ചെല്ലും ചോരില്ല, ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം ചെല്ലും ചോരില്ല, ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. സാത്താൻ കെട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. സാത്താൻ കെട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ,
വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ 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 വിടുതൽ നൽകണമേ വിടുതൽ നൽകണമേ വിടുതൽ നൽകണമേ രക്ഷകനീശോയേ. വിടുതൽ നൽകണമേ വിടുതൽ നൽകണമേ വിടുതൽ നൽകണമേ രക്ഷകനീശോയേ. സൗഖ്യം നൽകണമേ സൗഖ്യം നൽകണമേ സൗഖ്യം നൽകണമേ രക്ഷകനീശോയേ. സൗഖ്യം നൽകണമേ സൗഖ്യം നൽകണമേ സൗഖ്യം നൽകണമേ രക്ഷകനീശോയേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ 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 തമ്പുരാനേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിക്കാം. യേശുവേ 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 എന്റെ ഈശോ.